ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് മഹോത്സവം. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. മകരജ്യോതി ദർശിക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്ന വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ആ ഒരു പുണ്യ മുഹൂർത്തത്തിനായി എല്ലാ ഭക്തജനങ്ങളും കാത്തിരിക്കുകയാണ്. വലിയ തിരക്ക് തന്നെയാണോ സന്നിധാനത്തടക്കം ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഒപ്പം മകരവിളക്ക് ദർശിക്കാൻ വലിയ സംവിധാനങ്ങളും ക്രമീകരണങ്ങളുമാണോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും ഒരുക്കിയിട്ടുമുള്ളത്? തീർച്ചയായും KP, ഭക്ത ജനലക്ഷങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സന്നിധാനം ആളുകളെ കൊണ്ട്, ഭക്തരെ കൊണ്ടും തീർത്ഥാടകരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ എവിടെ നോക്കിയാലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. നട തുറന്ന് തൊഴുവാൻ വേണ്ടി കാണുന്ന ആളുകളുടെ എണ്ണമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:15 നട തുറന്നു. തുടർന്ന് 2:46 മകര സംക്രമ പൂജ നടന്നു. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പനെ അഭിഷേകം ചെയ്യാനുള്ള നെയ്ത്തേകങ്ങളുമായി കന്യ അയ്യപ്പൻ എത്തിച്ചേർന്നിരുന്നു. തുടർന്ന് ഈ നെയ്ത്തേകങ്ങൾ സോപാനത്തിൽ സമർപ്പിക്കുകയും തുടർന്നായിരുന്നു മകരസംക്രമ പൂജ നടന്നിരുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. 5:15 അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തും. തുടർന്ന് ദേവസ്വം ബോർഡ് അധികൃതർ ഈ തിരുവാഭരണം സന്നിധാനത്തേക്ക് സ്വീകരിച്ച് അണയിക്കും. തുടർന്ന് തിരുവാഭരണം ചാർത്തി അയ്യപ്പനെ ദീപാരാധനയായിരിക്കും. അതിനുശേഷമാണ് ഈ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. എന്തായാലും ആളുകൾ തങ്ങളുടെ തീർത്ഥാടന പുണ്യത്തിന് വേണ്ടി, തങ്ങളുടെ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി, ജന്മപുണ്യ പാപങ്ങളിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി മകരവിളക്ക് ദർശിക്കുന്നതിന് കാനനപാതകളിലടക്കം ശബരിമലയുടെ എല്ലാ ഭാഗങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ള കർശന നിർദ്ദേശങ്ങളടക്കം പോലീസ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് തീ ഇടുന്നതുമായി ബന്ധപ്പെട്ട, അതായത് തീ പൊട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കണമെന്ന് കാനനപാതയിലെ ഭക്തർക്കാവട്ടെ മറ്റ് ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്പോട്ട് ബുക്കിംഗ് അടക്കം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ആളുകളുടെ എണ്ണത്തിൽ ഇത്തരത്തിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു യാതൊരു കുറവും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. KP, ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, വൈകിട്ടോടെ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം ഈ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ പമ്പയിലടക്കമുള്ള ഒരു ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തരെ കടത്തിവിടുന്നതിലടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് പരമാവധി എല്ലാ ഭക്തർക്കും ദർശന സായുജ്യം നേടാനുള്ള അവസരമൊരുക്കുക, ക്രമീകരണങ്ങൾ ഒരുക്കുക, അതുതന്നെയാണ് ദേവസ്വം അധികൃതരുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ള അവകാശവാദം. അതേസമയം തന്നെ പല രീതിയിലും ഭക്തരുടെ പ്രതിഷേധം തുടരുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസും ദേവസ്വം ബോർഡും പറയുമ്പോഴും മതിയായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും അനുയോജ്യമായ രീതിയിൽ ഒരുക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല എന്ന വിമർശനം തന്നെയാണ് ഭക്തർ മുന്നോട്ട് വെക്കുന്നില്ല. പ്രത്യേകിച്ച് തമിഴ്നാട് സർക്കാർ അടക്കം കേരള ചീഫ് സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് എഴുതേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഭക്തരുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും KP, എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് ആവർത്തിച്ച് പറയുമ്പോഴും ആ തരത്തിൽ ഭക്തരുടെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗം പ്രത്യേകമായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പ്രസാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് അരവണ പ്രതിസന്ധി. അതായത് ഭക്തർ ഇപ്പോഴും പ്രസാദ കൗണ്ടറുകൾക്ക് മുമ്പിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതായത് ഈ ഒരു ഭക്തൻ നൽകുന്ന അരവണ എന്ന് പറയുന്നത് 5 ടിൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭക്തൻ 10ഉം 15ഉം ടിൻ അരവണ വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം 3 തവണ വരിയിൽ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം. ഇത് പലപ്പോഴും മണിക്കൂറുകളോളം ഈ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ആവർത്തിച്ച് പറഞ്ഞതായിരുന്നു ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണമായി തന്നെ എടുത്തു മാറ്റുമെന്ന് പറയുന്നത്. പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് വിമർശനത്തിന് മാത്രമായി അവശേഷിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഭക്തജന തിരക്ക് അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകൾ കൃത്യമായി വിധിവെക്കാൻ സാധ്യതയില്ലാതെ, സാഹചര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയും എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആവർത്തിച്ച് ദേവസ്വം ബോർഡ് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമെങ്കിൽ കൂടി പ്രായോഗികമായ തലത്തിൽ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ള ഒരു സംശയവും ഭക്തജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. KP, സന്നിധാനത്ത് നിന്നും ആനന്ദ് പുതൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.